ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഡേ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ബ്ലൗസിൻ്റെ ഹെമ്മിങ് പരിപാടിയാണ് ഇന്ന് ചെയ്യുന്നത്. അതിനു വേണ്ടി നമ്മൾ സൂചിയിൽ നൂല് കോർത്തെടുക്കുക. ഞാൻ 2 സ്റ്റാൻഡിലാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം കഴുത്തിലാണ് ആദ്യം ചെയ്യുന്നത്. കഴുത്തിലെ നമ്മൾ മടക്കി വെച്ച് തയ്ച്ചില്ലായിരുന്നു, അത് ഒന്നുകൂടെ മടക്കിയിട്ട് നല്ല രീതിയിലൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഡേ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ബ്ലൗസിൻ്റെ ഹെമ്മിങ് പരിപാടിയാണ് ഇന്ന് ചെയ്യുന്നത്. അതിനു വേണ്ടി നമ്മൾ സൂചിയിൽ നൂല് കോർത്തെടുക്കുക. ഞാൻ 2 സ്റ്റാൻഡിലാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം കഴുത്തിലാണ് ആദ്യം ചെയ്യുന്നത്. കഴുത്തിലെ നമ്മൾ മടക്കി വെച്ച് തയ്ച്ചില്ലായിരുന്നു, അത് ഒന്നുകൂടെ മടക്കിയിട്ട് നല്ല രീതിയിലൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ബ്ലൗസിൻ്റെ ഹെമ്മിങ് ചെയ്യുവാണ്. ഹെമ്മിങ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ 2 സ്റ്റാൻഡിലാണ് സൂചിയിൽ നൂലെടുത്തേക്കുന്നത്. അതിനുശേഷം കഴുത്തിൽ ഹെമ്മിങ് ചെയ്യുവാണ്. ഇതുപോലെ ചെയ്തെടുക്കുക, നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കുക. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തേക്കുന്ന കയ്യിലും അതുപോലെ തന്നെ ബാക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട് റണ്ണിങ് സ്റ്റിച്ച്. അതൊന്ന് ഈ ഹെമ്മിങ് ചെയ്തതിന് ശേഷം ഒന്ന് എടുത്ത് കളയണേ, അല്ലെങ്കിൽ അത് വൃത്തികേടായിരിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ ബാക്ക് പാർട്ടിൽ കണ്ടോ ആ റണ്ണിങ് സ്റ്റിച്ച് പോയിരിക്കുന്നുണ്ടോ, അത് പിന്നീട് എടുത്ത് ഈ ഹെമ്മിങ് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്ത് എടുത്ത് കളയണം. ബാക്ക് പാർട്ടിലും ചെയ്യുവാണ് ഹെമ്മിങ്. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തേക്കുന്ന കയ്യിലും അതുപോലെ തന്നെ ബാക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട് റണ്ണിങ് സ്റ്റിച്ച്. അതൊന്ന് ഈ ഹെമ്മിങ് ചെയ്തതിന് ശേഷം ഒന്ന് എടുത്ത് കളയണേ, അല്ലെങ്കിൽ അത് വൃത്തികേടായിരിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ ബാക്ക് പാർട്ടിൽ കണ്ടോ ആ റണ്ണിങ് സ്റ്റിച്ച് പോയിരിക്കുന്നുണ്ടോ, അത് പിന്നീട് എടുത്ത് ഈ ഹെമ്മിങ് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്ത് എടുത്ത് കളയണം.